സിന്ധു, സിന്ധു, നീ എന്തിനാ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? അവർ നാളെ പോകും. അതിന്? സ്നേഹമുള്ള മനുഷ്യർ അവർ പോകുന്ന കാര്യം ഓർത്തപ്പോ എന്ത് വേഗമാണ് നാം ചിലരുമായി അടുത്തു പോകുന്നത് അല്ലേ ദിലീപ്? ഓഹോ, അത്രയ്ക്കും അടുത്തോ? എന്നാ നീയും പോകൂടെ? നീ എന്താതില്ല ഇങ്ങനെയായിപ്പോയി? എങ്ങനെ? നിനക്ക് ലേശം പോലും മനുഷ്യ പറ്റില്ലേ? എന്ത് നല്ല മനുഷ്യർ, എന്തിഷ്ടമാണ് അവർക്ക് നമ്മോട്. ആ തടീനിൽ നിന്നും അദ്ദേഹം അല്ലേ എന്നെ രക്ഷിച്ചത്? അതുപോലും നീ മറന്നുപോയോ? ഓ, ഹീറോയിനെ വില്ലനിൽ നിന്ന് രക്ഷിച്ച ഹീറോ. ചെല്ല്, പോയി ഒരു ഡ്യുവറ്റ് പാടിയിട്ട് വാ. അനാവശ്യം പറയരുത്. തെറ്റിപ്പോയി. വിട പറയുന്ന രംഗമല്ലേ, അവിടെ നിന്ന് ഒരു ശോകഗാനം പാട്. ഹേ വൃദ്ധകാമുക, അരുതേ അരുതേ പോകരുതേ. പിന്നെന്താടി ആ ക്ലവൻ പോകുന്നെന്ന് വെച്ച് നിനക്കെന്തിനാ അത്ര വെപ്രാളം? നീ ഒരു മൃഗമാണ്. ആ, ഞാൻ മൃഗം തന്നെ, അയാള് ദേവനും. നീ കൂടെ പോയി താമസിക്കേ. ധാരാളം പണവും കാറും മാളികയും ഒക്കെ ഉണ്ട്. പോടി, പോയി പറ വിരഹദുഃഖം താങ്ങാനാവുന്നില്ല, കൂടെ പോരുന്നൂന്ന്. അവൾക്ക് പ്രേമിക്കാൻ കണ്ട ഒരു റോമിയോ. ഓൾഡ് ഇഡിയറ്റ്. എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറ. ഒന്നല്ല, 1000 വട്ടം പറയും. പെർവേർട്ടഡ് ബിച്ച്. പറയുമോ? ഇനി ഇങ്ങനെ പറയുമോ? You bloody narrow-minded. നീ ക്രൂരനാണ്, നീ സാഡിസ്റ്റാണ്. നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടടി, വേണ്ട. നീ എന്നോട് ജീവിക്കണ്ട. എവിടെ വേണമെങ്കിലും പോ. എന്നായാലും നീ ഇത് ചെയ്യും. ബെറ്റർ. ഇനി വരട്ടെ. സോറി സിന്ധു, ഐ എം വെരി സോറി സിന്ധു. വരട്ടെ, കാണിച്ചു കൊടുക്കാം. തറവാട്ടി പോയി ഇത്തിരി നല്ലെണ്ണയും തേച്ച് ആ പുഴയിലൊന്ന് മുങ്ങി കുളിക്കാൻ കൊതിയാവണു. എത്ര നാളായി. തറവാടെന്ന് കേൾക്കുമ്പോ എനിക്കൊരു ഗുഹയുടെ ഓർമ്മയാണ്. ആരുടെ കുറ്റം? മതി, രാമായണം വായന ആരംഭിക്കണ്ട. ഞാൻ എണീറ്റ് മാറിത്തരാം. രാമായണം വായിച്ചാൽ മോക്ഷമെങ്കിലും കിട്ടും.
രാമേട്ട രാമേട്ട ആ കുട്ടി അവിടെ തേങ്ങി തേങ്ങി കരയുന്നു. അത് പതിവുള്ളതാ, എണക്കവും പിണക്കവും ദിവസം ഒരു 12 പ്രാവശ്യം. കുട്ടികളല്ലേ, പറഞ്ഞാ മനസ്സിലാവുന്നവരോട് വേണമല്ലോ പറയാൻ. രാമേട്ട ഇത് പതിവ് വഴക്കല്ലാന്ന് തോന്നുന്നു. എന്തോ ഗൗരവമുള്ള കാര്യമാണ്. ഒന്ന് പോയി അന്വേഷിച്ചാലോ? എന്താ സിന്ധു കുഞ്ഞെ? ഒന്നുമില്ല. പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നത്? പറയൂ. ദിലീപ് പിണങ്ങിയിറങ്ങിപ്പോയി. അതെന്നും പതിവുള്ളതല്ലേ? ഇല്ല പൂപ്പ, എങ്കിൽ ഇതിനു മുമ്പേ തിരിച്ചു വരുമായിരുന്നു. എനിക്ക് പേടിയാവുന്ന പൂപ്പ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. പുതുമോടിയിൽ അതൊക്കെ പതിവാ മോളെ. ഞങ്ങൾ വിവാഹിതരല്ല പൂപ്പ. 20 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കിയിട്ടും എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. പറയുമ്പോ കുഞ്ഞിന് വിഷമം തോന്നരുത്. തലമുറകൾ കുറെ കണ്ടവനായി ഈ രാമൻ നായർ. സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ എനിക്കും മനസ്സിലാവും. പക്ഷെ ഒരു അമ്പലത്തിൽ പോയി മാലയിടുക പോലും ചെയ്യാതെ ഒളിച്ചോടി വന്ന് ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത്. അച്ഛനും കൂടി മരിച്ചപ്പോ രണ്ടരമ്മയുടെ പെരുമാറ്റം സഹിക്കാനാവാതായി. മാത്രമല്ല, ബന്ധുവായ ബുദ്ധി വികസിക്കാത്ത ഒരുത്തിനെ കൊണ്ട്. സിന്ധു ഒരു കുഞ്ഞൊന്നുമല്ലല്ലോ. അങ്ങനെ ബലാത്കാരമായി പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അതിനിടയ്ക്കല്ലേ ഈ ദിലീപൻ ചാടി വീണത്. മുങ്ങി ചാവാൻ പോകുന്നവൻ ഓലത്തുരുമ്പെന്ന് പറഞ്ഞ പോലെ അവന്റെ ചക്രവാക്ക് കേട്ടപ്പോ. അങ്ങനെ പറയരുത് അപ്പൂപ്പ. ദിലീപ് നല്ലവനാണ്. അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥാശ്രമത്തിൽ വളർന്നു. സ്നേഹം എന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. എന്നെ പോലെ തന്നെ. അരവും കിന്നരവും തെക്കും വടക്കും നോക്കാതെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് രണ്ടുപേരും കൂടെ സ്ഥലം വിട്ടു. കയ്യിലുള്ള പൊരുള് തീരാറായപ്പോ അവൻ ഓടിക്കളഞ്ഞു. ഇല്ല, ദിലീപ് വരും, വരാതിരിക്കില്ല. എന്നെ അത്രത്തോളം സ്നേഹമാണ് അവന്. എനിക്കത് ഉറപ്പുണ്ട്. പക്ഷെ എന്തോ ആരാരുമില്ലാതെ വളർന്നതുകൊണ്ടാകാം വല്ലാത്ത സ്വഭാവം. നിസ്സാര കാര്യങ്ങൾ മതി, ഭ്രാന്തനെ പോലെയാവും. അത് കഴിഞ്ഞാൽ കരയും, പിന്നെ മാപ്പ് പറയും. ഏതായാലും നേരം വിളിക്കട്ടെ. കഥ അടച്ച് കിടന്നോളൂ. നമുക്ക് വേണ്ട ചെയ്യാം. ധൈര്യമായിരിക്കും. വരൂ രാമേട്ട. ഇപ്പൊ പുറപ്പെട്ട് എത്തിയില്ലെങ്കിൽ മുഹൂർത്തം തെറ്റും. പാക്ക് ചെയ്ത് റെഡിയാക്കി പറഞ്ഞോളൂ. തലേ ദിവസമേ ചെല്ലേണ്ടതാ. അനിയന്മാർക്കും അനിയത്തിമാർക്കും പരാതി പറയാൻ ഒരു കാരണവും കൂടെയായി. സാരമില്ല, എനിക്കെന്നും അതേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ ശീലിച്ചു പോയി. എന്നാൽ അതുപോലല്ലോ, മറ്റുള്ളവരെന്ത് പറയും? തറവാട്ടിക്കാരൻ ഒരു അതിഥിയായിട്ട് ചെന്നാൽ. ഇതുവരെ കഴിയാത്ത കാര്യമാണ് രാമേട്ട. ഞാൻ എന്നും ആതിഥേയനായിരുന്നു. അതിഥിയാകുന്നതിന്റെ സുഖവും അറിയണമല്ലോ. യെസ്, കം ഇൻ. എന്താ മോളെ, വല്ല വിവരവും കിട്ടിയോ? ഞങ്ങൾ യാത്രയായി. ഉടൻ പുറപ്പെട്ടില്ലെങ്കിൽ മുഹൂർത്തം തെറ്റും. പിന്നെ കുടുംബകലഹ. ഞാൻ ഒറ്റയ്ക്കാവും. സിന്ധുവിനെ വീട്ടിലാക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. അതിൽ ഭേദം ഞാൻ ഈ കടലിൽ ചാടി. എന്താ സിന്ധു ഈ പറയണത്? ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് മരിക്കാൻ മറ്റു വല്ല മാർഗം അന്വേഷിക്കേണ്ടി വരും. Shut up, you silly girl. വേണ്ടാത്തതൊക്കെ ചെയ്തു വെച്ചിട്ട് അതില്ലാത്ത കാരണങ്ങളും കണ്ടുപിടിച്ച് വഴിയെ പോകുന്ന മനുഷ്യരെ ഉപദ്രവിക്കാൻ. നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ പോകാത്തത്. ഞങ്ങൾ ഇവിടെ വന്നത് നിനക്ക് കൂട്ടിരിക്കാനാണെന്ന് വിചാരിച്ചോ? ഇത്രയ്ക്ക് ദേഷ്യപ്പെടണ്ടായിരുന്നു. പാവം കുട്ടി ആകെ തകർന്നിരിക്കുക. അറിയാതൊരു തെറ്റ് ചെയ്തു പോയി. എന്നാൽ രാമേട്ടൻ കൂട്ടിരിക്കൂ, ഞാൻ പൊയ്ക്കോളാം. എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്.
ഓരോരുത്തർക്ക് അവരവരുടെ വിധി. രണ്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലാതെ എന്ത് ചെയ്യാനാ? ഞാൻ വരുന്നില്ല. ഞാൻ കല്യാണത്തിന് വരുന്നില്ല എന്ന്. സിന്ധു, ഐ എം സോറി സിന്ധു. ഞാൻ ഇന്നലെ തന്നെ വിവാഹത്തിന് എത്തേണ്ടതായിരുന്നു. സഹോദരങ്ങളൊക്കെ വല്ലാതെ ഫീൽ ചെയ്യും. പ്രത്യേക സ്വഭാവക്കാരുമാണ്. ഇപ്പോഴെങ്കിലും പുറപ്പെട്ടില്ലെങ്കിൽ മുഹൂർത്തത്തിന് പോലും എത്താൻ കഴിയില്ല. സാർ വയ്ക്കുള്ളൂ സാർ. ആരുമല്ലാത്ത എനിക്ക് വേണ്ടി സാർ ഇത്രയൊക്കെ ചെയ്തു. ഞാൻ ഒരിക്കലും മറക്കില്ല. ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം സാർ. ഞാൻ നിയന്ത്രണം വിട്ട് സംസാരിച്ചു. വേദനിച്ചിരിക്കുന്ന നിനക്കത് ക്ഷമിക്കൂ കുട്ടി. സാർ എന്നോട് സാറ് ക്ഷമ ചോദിക്കില്ലേ? ഇത്രയും ദയവ് കാണിച്ച അങ്ങ്. യു നീഡ് നോട്ട് വറി. എല്ലാ പോലീസ് സ്റ്റേഷനിലും നമുക്ക് അറിവ് കൊടുക്കാം. ദിലീപിനെ നമുക്ക് കണ്ടുപിടിക്കാം. യു ലീവ് ഇറ്റ് ടു മീ. വേണ്ട സാർ, ദിവസം ഇത്രയായി. വരാതിരിക്കാൻ അവന് കഴിഞ്ഞല്ലോ. ഇനി കണ്ടുപിടിച്ചു കൊണ്ടുവന്നാലും എന്തോ എനിക്ക് വിശ്വാസം നശിച്ചിരിക്കുന്നു സാർ. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കും, അത്ര തന്നെ. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ? തെറ്റുണ്ടെങ്കിൽ ദേഷ്യപ്പെടരുത്. എനിക്കാരുമില്ല. ഉണ്ടെന്ന് പറയുന്നവർ PDC പാസ്സായ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചു തരാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അതുവരെ അങ്ങ് എനിക്ക് ആശ്രയം തരണം. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ പേടിയാവുന്നു സാർ. അങ്ങേക്കുമുണ്ടല്ലോ കുട്ടികൾ. ഒരു ജോലി കിട്ടുന്നത് വരെ ഞാൻ അങ്ങയുടെ കുട്ടികളെ പഠിപ്പിക്കാം. എന്റെ കുട്ടികൾ വളർന്നു പോയില്ല സിന്ധു. എനിക്ക് വീട്ടുജോലികളൊക്കെ അറിയാം സാർ. മാത്രമല്ല സ്റ്റിച്ചിങ്, എംബ്രോയിഡറി, ഗാർഡനിങ്. യു ആർ ലേറ്റ് സിന്ധു. ഞാൻ വീട് വിട്ട് ഇറങ്ങിയവനാണ്. അപ്പോ അങ്ങേക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയാൽ അന്ന് ആ മുറിയിലെ സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സിന്ധു, പാക്ക് ചെയ്ത് റെഡിയാവും. കേറിക്കോളൂ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മാമ. ഈ പെട്ടി അങ്ങ് എടുത്തോ പോയിനാ. ഇതാണ് ഞങ്ങളുടെ തറവാട്. പഴയ ഒരു കൊട്ടാരം പോലെ തോന്നുന്നു. കൊട്ടാരം തന്നെയാണ്. പക്ഷേ രാജാക്കന്മാരും രാജകുമാരിമാരും ഒക്കെ ഈ കൊട്ടാരം ഉപേക്ഷിച്ച് പോയി. ഇന്ന് സൂക്ഷിപ്പുകാരൻ മാത്രമേ ഉള്ളൂ. വരൂ.
സാർ, ഇവിടുത്തെ അമ്മ എവിടെ? എനിക്ക് 23 വയസ്സുള്ളപ്പോ മരിച്ചുപോയി. അതല്ല, അങ്ങയുടെ എന്റെ ഭാര്യ അല്ലേ? ഞാൻ ഏകനാണ് കുട്ടി. ആഹാ, രാമേട്ടൻ ഇത്ര വേഗം ചായ റെഡിയാക്കിയോ? ചായ ഉണ്ടാക്കാൻ എന്തിനാ ഇതിനും മാത്രം സമയം? മാത്രമല്ല, തറവാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു സമാധാനമുണ്ട്. ഇനി മുതൽ അപ്പൂപ്പൻ ചായ ഉണ്ടാക്കണ്ട. എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം. ഏയ്, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച പിള്ളേർ ചെയ്താലും ഒന്നും ശരിയാവില്ല. ഒക്കെ ഞാൻ ചെയ്തോളാം. പാചക ജോലി എല്ലാം എനിക്കറിയാം. ചെറിയമ്മ എന്നെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കുമായിരുന്നു. രാമേട്ടാ, ഓ സിന്ധുവിന് ഓ രമയുടെ ആ മുറി തയ്യാറാക്കി കൊടുക്കും. ശരി. എത്ര നാളായി എല്ലായിടത്തും ശേഷം പേരുടെ കയ്യെത്തണം. അല്ലാതെ വേറെ ഇവിടെ ആരാ ഉള്ളേ? മുറി വൃത്തിയാക്കലൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൂപ്പൻ പോയി വിശ്രമിക്കൂ. അത്താഴത്തിന് ഇന്ന് എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. പിടിക്കാത്ത വല്ലതാണെങ്കിൽ മാധവക്കുട്ടി കുഞ്ഞ് ഭക്ഷണിയാ. ഞാനൊന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ.